ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എലാസ്റ്റിക് ട്യൂബ് ക്യാപ്പ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ്. ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ട്യൂബ് ക്യാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അതിൽ നിന്നൊരു ചെറിയൊരു ഡിഫറൻറ്റ്, എലാസ്റ്റിക് ഇടുന്ന ഒരു വ്യത്യാസം. അപ്പോൾ നല്ല എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും, അതുപോലെ നമുക്ക് യൂസ് ചെയ്യാനും എളുപ്പമാണ്. ഈ ഒരു ക്യാപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റ് മാത്രം മതി. അപ്പോൾ നമുക്ക് സ്വന്തം തന്നെ ക്യാപ്പ് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാം. ഇത് സിമ്പിളായിട്ടുള്ള കട്ടിങ്ങുമാണ്, സ്റ്റിച്ചിങ്ങുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വീതി 21 ഇഞ്ചും നീളം 16 ഇഞ്ചുള്ള ക്ലോത്താണ് ഞാൻ ഇതിനു വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് ഈ ഒരു സൈഡിൽ നിന്ന് 1/2 ഇഞ്ചൊന്ന് ഫോൾഡ് ചെയ്ത് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 2.5 ഇഞ്ച് വീതിയിൽ ഒന്നുകൂടി ഫോൾഡ് ചെയ്ത് മൊത്തം സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഒരു ഭാഗം ഫ്രണ്ടിലോട്ട് കാണുന്ന ഭാഗമാണ്. ഇവിടെയല്ല എലാസ്റ്റിക് ഇടുന്നത്, താഴോട്ടേക്ക് വരുന്ന ബാക്കിലോട്ടേക്ക് വരുന്ന ഭാഗത്താണ് എലാസ്റ്റിക് ഇടുന്നത്. ഇനി ഈ ഒരു അറ്റം കൂടി അതുപോലെ തന്നെ നമ്മൾ കയ്യിൽ എത്ര ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ആണോ ആ ഒരു കണക്കിന് ഇതും ഇതുപോലെ ഫോൾഡ് ചെയ്ത് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എലാസ്റ്റിക് നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്ത് ഭാഗത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് 7.5 ഇഞ്ചുള്ള എലാസ്റ്റിക്കും പിന്നെ അതിന് കുറച്ച് മുകളിലോട്ടായി ഒരു 4 ഇഞ്ചൊക്കെ ഗ്യാപ്പിൽ വെച്ച് കൊടുക്കാനായി 10.5 ഇഞ്ചുള്ള എലാസ്റ്റിക്കാണ് എടുക്കുന്നത്. ആദ്യം താഴ്ഭാഗത്ത് നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തില്ലേ, അതിലെ കൂടി 7.5 ഇഞ്ചുള്ള എലാസ്റ്റിക് ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുകൾ ഭാഗത്തുള്ള ഒരു 4 ഇഞ്ച് ഗ്യാപ്പിൽ താഴോട്ടുനിന്ന് മുകളിലോട്ടേക്ക് 4-4.5 ഇഞ്ചോ ഗ്യാപ്പിൽ ഈ 10.5 ഇഞ്ച് എലാസ്റ്റിക്കും കൂടി ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എലാസ്റ്റിക്കും കൂടി ഇതിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാനേ ഉള്ളൂ. ഇനി നമുക്ക് നല്ല ഭാഗം ഉള്ളിലോട്ടാക്കി വെച്ചിട്ട് 4 ഇഞ്ച് മാത്രം വീതിയിൽ നമുക്ക് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 4 ഇഞ്ച് വീതിയിൽ ക്യാപ്പ് സൈഡ് കൂട്ടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല സ്റ്റിച്ച് ചെയ്യാനും എളുപ്പമാണ്, അതുപോലെ യൂസ് ചെയ്യാനും എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് കാണുന്നവരേക്കും ബൈ.